ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ഇൻ നോട്രിവ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, പക്ഷേ അതിനകത്ത് വീഡിയോസ് ഒന്നും അധികം ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കുറച്ച് ഷോർട്സുകൾ, കുറച്ച് അവളുടെ ബർത്ത്ഡേ വ്ളോഗുകൾ അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൂ. ഓണം വ്ളോഗ്സ് അതൊക്കെ ഇട്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനങ്ങനെ ഇതിനകത്ത് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. കാറ്റ് കണ്ടോ? ന്യൂസിലാൻഡിൽ ഇപ്പോൾ സമ്മർ സീസണാണ്. ഞാനിപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡിലാണ്. സമ്മർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇടയ്ക്ക് റെയിനി ആയിരിക്കും, ഇടയ്ക്ക് നല്ല ചൂടായിരിക്കും, ഇടയ്ക്ക് നല്ല തണുപ്പായിരിക്കും. ഇന്ന് കുറച്ച് തണുപ്പുണ്ടായിരുന്നു രാവിലെയൊക്കെ. അപ്പോൾ ഞാൻ ന്യൂസിലൻഡ് വന്നത് 2023 ഒക്ടോബറിലാണ്. ഇപ്പം 1.5 വർഷം ആവുന്നു ഞാൻ ഇവിടെ വന്നിട്ട്. അടുത്ത മാസം ഫെബ്രുവരി ആകുമ്പോൾ എൻ്റെ കോഴ്സ് കഴിയും. മാസ്റ്റർ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനാണ് ഞാൻ എടുത്തിരുന്നത്. അതൊരു 1.5 ഇയർ കോഴ്സായിരുന്നു. അത് നെക്സ്റ്റ് മന്ത് കഴിയും. നെക്സ്റ്റ് മന്ത് കോഴ്സ് കഴിഞ്ഞിട്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയൊക്കെ എടുത്തിട്ട് നാട്ടിൽ പോകണം. അതാണ് വെയിറ്റിംഗ്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവിടെ ഓർമിസ്റ്റൺ ടൗൺ സെൻറ്ററിൽ വന്നേക്കാണ്. കാരണം നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ അടുത്തൊരു കഫേ ഉണ്ട്. അപ്പോൾ അവിടെ വന്നേക്കാണ്. ഈ കഫേ എന്ന് വെച്ചാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോറൽ കഫേയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയപ്പോൾ നല്ലൊരു ഫ്ലോറൽ കഫേ കണ്ടു. അപ്പം ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ എസ്തറ്റിക് ആയിട്ടുള്ള കഫേസൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ. കാരണം ആ ഒരു വൈബ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റാണ്. അത് നമ്മളവിടെ പോയി ഒന്ന് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് ആസ്വദിച്ച് കഴിയുമ്പോഴേ നമുക്ക് ആ ഒരു ഫീല് കിട്ടുകയുള്ളൂ. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോറൽ തീമിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു കഫേ ആയിരുന്നു അത്. ആൻഡ് മോർ ഓവർ ഇവർക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയാസാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ ഇവർക്ക് 3-4 ബൂത്തുകളുണ്ട്. അപ്പം നമുക്ക് ഇതേപോലെ ബർത്ത്ഡേസോ ആനിവേഴ്സറീസോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പം ഞാനും ഇവരുടെ ഒരു ബൂത്ത് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ബൂത്തുകൾ നമുക്ക് പ്രീ ബുക്ക് ചെയ്യണം. അപ്പം നമുക്ക് കൺഫർമേഷൻ മെയിൽ കിട്ടും. ഏതാണോ ടൈം അലോക്കേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ചെന്നാൽ മതി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ബൂത്തുകളാണ്. കാരണം അവരുടെ ആ ഒരു ലൈറ്റിംഗ് തന്നെ നല്ലൊരു ഫോട്ടോഗ്രാഫി സീനറിയാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇവിടുത്തെ സിഗ്നേച്ചർ ആയിട്ടുള്ള റോസ് ലാറ്റി. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചൂടുണ്ട്. അപ്പം അടുത്തത് നമുക്ക് ഇവരുടെ ചിയാ പുഡിങ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. Tastes good? ന്യൂസിലാൻഡിൽ വന്നിട്ട് എന്ത് അച്ചീവ് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ ചുരുക്കം നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടിയെന്ന് തന്നെ പറയാം. ഇവർക്കിവിടെ ഒത്തിരി കേക്ക് വെറൈറ്റീസ് ഉണ്ട്. കുറേ ആപ്പിൾ പൈസ് ഉണ്ട്, കുറേ കേക്ക് വെറൈറ്റീസ് ഉണ്ട്, റോസ് കേക്ക്സ്, മാക്രോൺസ്, അങ്ങനെ പലവിധം സ്വീറ്റ് ഡിഷസ്, പിന്നെ ബർത്ത്ഡേ കേക്ക്സ്, സ്മോൾ സൈസ് തൊട്ട് ലാർജ് സൈസ് വരെ ഒത്തിരി കേക്കുകളുണ്ട്. പിന്നെ ന്യൂസിലാൻഡിലെ ഒരു ഫേമസ് ചോക്ലേറ്റാണ് വിറ്റാക്കേഴ്സ്. അപ്പോൾ അവരുടെ വിറ്റാക്കേഴ്സിൻ്റെ ചോക്ലേറ്റ് കേക്ക് വരെ ഇവർക്കുണ്ട്.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു മാളൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണുമായിരുന്നു. ഈ ഒരു ഷോപ്പ് പുറത്തുനിന്ന് നോക്കാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പുകളൊക്കെ കണ്ടു. ജസ്റ്റ് ഒന്ന് കയറി നോക്കി, ഒന്നും വാങ്ങിയൊന്നുമില്ല. പിന്നെ കുറേ ഷോപ്പുകൾ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയുണ്ട്? Tastes good. It's ice and mango, I think. ഞാൻ ഓർഡർ ചെയ്തത് സ്ലഷി പീച്ച്. ഞാൻ ഓർഡർ ചെയ്തത് ice and mango. അപ്പം ഞങ്ങൾ പോവുകയാണ്. Yes, with a lot of memories we are signing off. Cheers. അപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഞങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തു. ഡു വാച്ച്. നല്ല കാറ്റാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു. പിന്നെ ന്യൂസിലാൻഡിൻ്റെ അടുത്ത വിശേഷങ്ങളൊക്കെ അറിയാൻ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.